പാലക്കാട് പുതുപ്പരിയാരത്ത് ഭർതൃവീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാട്ടുമന്ത ചോളാട് സ്വദേശി 29-കാരി മീരയാണ് മരിച്ചത്. ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് മീര പോയിരുന്നു. രാത്രി ഭർത്താവ് അനൂപ് എത്തി കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷമാണ് മീര മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മീര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും കുടുംബം പറയുന്നു. അവരുടെ വാക്കുകളിലേക്ക്. നിരന്തരമായിട്ട് അവളിനെ ഉപദ്രവിക്കുമായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്കാർക്കും ഒരു താല്പര്യമില്ലാത്ത കല്യാണമായിരുന്നുകൊണ്ട് അവൾ ഞങ്ങളുടെ അടുത്തൊരു പരാതിക്ക് വരില്ലായിരുന്നു. അവൾ ഇന്നലെ വീട്ടിൽ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവളോട് പോകണ്ടേ, നമുക്ക് നാളെ രാവിലെ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞ് അവൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് രാത്രി 11 മണിയായപ്പോഴത്തേക്കിന് അവളുടെ ഭർത്താവ് തന്നെ വന്ന് നല്ല രീതിയിൽ സംസാരിച്ച് അവളെ സ്നേഹത്തോടെ വിളിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെല്ലാവരും അതിലേലും ജോലിക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അറിയണത് ഈ പെൺകുട്ടിയുടെ അമ്മേനെ ജോലിക്ക് പോയതാണ്. ആ ചേച്ചിനെ വിളിച്ച് ഹേമാംബിക സ്റ്റേഷനിൽ നിന്ന് ഇൻഫോം ചെയ്തിട്ടാണ് പിന്നെ വല്ല ആളും മരിച്ചു എന്നുള്ളത് അറിയണത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പരാതിയുണ്ട്. കാരണം ഒരു കാരണവശാലും അവൾ സ്വന്തമായിട്ട് അങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്യില്ല. അത്രയും ഒരു വിൽ പവറുള്ളൊരു പെൺകുട്ടിയാണ് അവൾ. പാലക്കാട് നിന്ന് അജിത് ബാബു ആണ് ചേരുന്നത്. അജിത്, നിരന്തരം ഗാർഹിക പീഡനത്തിന് ഇരയാകാറുണ്ടായിരുന്നു മീര എന്നുള്ള വിവരമാണിപ്പോൾ ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നത്. പോലീസ് ഏത് നിലയ്ക്കാണ് ഈ കേസ് അന്വേഷിക്കുന്നത്? പോലീസിന്റെ അന്വേഷണത്തിൽ വീട്ടുകാർക്കെതിരെ, ഭർത്താവിനെതിരെ സംശയകരമായ കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ടോ? ലക്ഷ്മി പത്മ, നമുക്ക് ഈ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നിന്ന് ഫോട്ടോ കണ്ടറിയാം. സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ വളരെ സജീവമായിരുന്നു മീര. വളരെ പോസിറ്റീവായിട്ടുള്ള പാട്ടുകൾ, റീലുകൾ അങ്ങനെയൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അത്തരത്തിലൊരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നാടും വലിയ തരത്തിലൊരു ഷോക്കിലാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അക്കാര്യത്തിലൊരു സംശയമുള്ളത്. ആ കാര്യം ഇതിനോടകം തന്നെ പോലീസിനോടും മാധ്യമങ്ങളോടും ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ കുടുംബം പറയുകയും ചെയ്തിട്ടുണ്ട്. മീരയുടെ രണ്ടാമത്തെ വിവാഹമാണിത്. ആദ്യത്തെ വിവാഹത്തിൽ 13 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞുണ്ട്. ഇത്തരത്തിൽ ആ വിവാഹത്തിന് ശേഷം നീണ്ടകാലം ഈ കുഞ്ഞിനെ നോക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു പൂർണ്ണമായും ഇത്തരത്തിലുണ്ടായിരുന്നു. വളരെ കഷ്ടപ്പാട് അനുഭവിച്ചാണ് കുട്ടിയെ വളർത്തിയതെന്ന് ഈ കുടുംബം തന്നെ പറയുന്നു. അത്തരത്തിൽ എഫോർട്ട് എടുത്തിട്ടുണ്ട്, വലിയ എഫോർട്ട് മീഡിയ കാര്യത്തിൽ എടുത്തിട്ടുണ്ടെന്ന് കുടുംബം തന്നെ പറയുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ വിവാഹത്തിലേക്ക് കടക്കുന്നത്. ഈ വിവാഹത്തിന് വീട്ടുകാർക്കൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ അത് മീരയുടെ തീരുമാനമായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളൊന്നും മീര വീട്ടിൽ അറിയിച്ചിരുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തുകയും തനിക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതോടെ തന്നെ കുടുംബം തിരിച്ചങ്ങോട്ടേക്ക് പോകേണ്ടതില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും രാത്രി 11 മണിയോടെ ഭർത്താവായിട്ടുള്ള അനൂപ് എത്തുകയും സംസാരിച്ച് പ്രശ്നം പരിഹരിച്ച് മീരയെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കുടുംബത്തിലേക്ക് കോൾ വരുന്നത്. മീര ഇത്തരത്തിൽ മരണപ്പെട്ടിരിക്കുന്നു, അത് കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇതിന് പിന്നാലെ തന്നെ പോലീസിനോട് ഈ സംഭവങ്ങളെല്ലാം കുടുംബം പറഞ്ഞിട്ടുണ്ട്. ഏതാണെങ്കിലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രാഥമികമായി ഇപ്പോൾ ഈ നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടേ ഉള്ളൂ. അതിനുശേഷം പോലീസ് അന്വേഷണം ആരംഭിക്കും. ഇക്കാര്യത്തിൽ ഒരു വിശദമായ പരിശോധന നടത്തുമെന്ന് ഏതാണെങ്കിലും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ അന്ന് വീട്ടുകാർ എന്താണ് ഈ മരണത്തെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്? ഭർത്താവ് അനൂപ് അടക്കമുള്ളവർ മരണത്തെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് നിലവിൽ? നിലവിൽ ഈ കാര്യങ്ങൾ പോലീസ് പ്രാഥമികമായി മാത്രമേ ചോദിച്ചറിഞ്ഞിട്ടുള്ളൂ. കാരണം നമുക്കറിയാം ആത്മഹത്യ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഏതാണ്ട് ഈ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ. നിലവിലൊരു ചോദ്യം ചെയ്യലിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല. പോലീസ് തന്നെ അത് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പറയാൻ പോലീസിന് ലഭ്യമായിട്ടില്ല. ഒരു പരിശോധന നടത്തിയതിന് ശേഷം, കൃത്യമായ ശാസ്ത്രീയമായ പരിശോധന നടത്തിയതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ പോലീസ് ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുക. അതിന് ഈ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതുവരുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുടെ വിവരങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അത് ഉറപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായും ഏതാണെങ്കിലും ഈ കാര്യത്തിൽ ഒരു സമഗ്രമായ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധന തന്നെയായിരിക്കും ഉണ്ടാകുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കണ്ടാൽ നമുക്ക് വലിയ സങ്കടം തോന്നും. ആ കുടുംബത്തിൻ്റെ വളരെ ചിരിച്ച മുഖത്തോടു കൂടി പ്രതീക്ഷയോടെ കുഞ്ഞിനൊപ്പമുള്ള ചിത്രങ്ങളും അതോടൊപ്പം തന്നെ ഉള്ള റീൽസും ഒക്കെ കാണുമ്പോൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ളൊരു ഫേസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരാൾക്ക് ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടായതിൽ ഏതാണെങ്കിലും ആ കുടുംബം വലിയ വേദനയിലാണ്. എന്നാൽ ഈ കാര്യത്തിലൊരു സമഗ്രമായ അന്വേഷണം വേണം. മീര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ശരിയാണ് അജിത്ത്, ആ ചിത്രങ്ങൾ കാണുമ്പോൾ അത് തന്നെയാണ് തോന്നുന്നത്. അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു മുഖത്തോടെ, ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന, ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ആക്റ്റീവായിരുന്ന ഒരു യുവതിയാണ് ഇത്തരത്തിൽ ദാരുണമായി മരണപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും അതിലെ കേസിലെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ നടക്കട്ടെ.